കൈ വിട്ടാ പറന്നു പോവും. ഇത് നോക്കി, ക്രിസ്മസ് ഒക്കെ വരുന്നല്ലേ, ടെന്റ് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത്. ഇങ്ങനെ ഒരു മരം ആദ്യമായിട്ട് കാണുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പോ ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ് പോകുന്ന റൂട്ടിലാട്ടോ. നല്ല മഴക്കുള്ള സാധ്യത ഉണ്ട്, നല്ല കാറ്റും വീശുന്നുണ്ട്. ഇന്ന് നമ്മൾ പോകുന്നത് ആഞ്ചൂരിൽ തുരുത്താട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് നല്ലൊരു സ്പോട്ട് നോക്കി നമുക്ക് ടെന്റ് അടിക്കാം. തൊട്ടടുത്ത് തന്നെ മറ്റേ ഡാം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്ക് മീൻ പിടിക്കാം. ഓക്കെ, ഫിഷിംഗ് റോഡൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. മീൻ കിട്ടുമല്ലോ അറിഞ്ഞുകൂടാ, നമുക്ക് എന്തായാലും മീൻ പിടിക്കാം. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടിയില്ലെങ്കിൽ, മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ രാത്രി എന്തായാലും പട്ടിണി കിടക്കൂല. പിന്നെ സമയം ഇപ്പോൾ ഏതാണ്ട് ഒരു 3 മണിയുടെ അടുത്ത് ആവാറായി. ഇവിടുന്ന് ഏതാണ്ട് ഒരു 10-20 കിലോമീറ്റർ കൂടെ ഉണ്ട്. നല്ല മഴയായിരുന്നു കേട്ടോ കുറച്ചു മുമ്പ്, അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി പോകേണ്ടത് ഇതേ ആ കാണുന്ന ആ ഒരു വഴി കണ്ടോ, ഈ ഒരു വഴിയാണ് പോകേണ്ടത്. അവിടെ നിന്ന് കുറച്ചും കൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ തുരുത്തിൻ്റെ അവിടെ എത്തും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ നടക്കാനുണ്ടെന്നാണ് കേട്ടോ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞേ. നല്ല തണുപ്പാട്ടോ, മഴ പെയ്ത് കഴിഞ്ഞു. ഭാഗ്യത്തിന് ഇനി മഴ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവില്ലായിരിക്കും. നല്ല മഴയായിരുന്നു കേട്ടോ കുറച്ച് മുമ്പ് വരെ. അപ്പോൾ മഴ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ടെൻ്റ് അടിക്കണവരെ മഴയില്ലാതിരുന്നാൽ നല്ലതായിരുന്നു. ഓ, അവിടെ വേറെ ഒറ്റ മനുഷ്യനില്ല കേട്ടാ, നമ്മൾ മാത്രമേ ഉള്ളൂ. സെറ്റ് സ്പോട്ടല്ലേ. ഞാൻ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു. അവിടെ ഒന്ന് തെന്നി വീഴുകയും ചെയ്തു. മഴ പെയ്ത കാരണേ ഫുള്ള് വഴുക്കലാണ്. എന്തൊരു സ്പോട്ടാ അതെ. അത് നോക്കി, അവിടെ എന്താ വെള്ളച്ചാട്ടം പോലെ. ഓ, ഇവിടെ ചെണ്ട് സെറ്റ് ചെയ്യാലോ. ബാഗൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. ഈ പറഞ്ഞ എങ്ങനെയാണ് ആരോ കൊണ്ടുവന്ന് വെച്ചതുപോലെ. സ്പോട്ട് കൊള്ളാം. ഏതാണ്ട് ഇവിടെ ഒരു ടെന്റ് സെറ്റ് ചെയ്യാം. വെള്ളം കയറിയാൽ ഇവിടം വരെയൊക്കെ എത്തുള്ളായിരിക്കും. നല്ല കാറ്റാട്ടോ. എന്ത് കാറ്റാത്. ടെന്റ് കിട്ടിക്കഴിയുമ്പോ മിക്കവാറും പറന്നു പോകുന്നതാണ്. രക്ഷയില്ല.
കൈ വിട്ടാ പറന്നു പോവും. ആ ബാഗെല്ലാം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് വെക്കാം. എൻ്റെ അമ്മോ, ഇത്രയും കാറ്റുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ചൂണ്ട നോക്കട്ടെ. എൻ്റെ അമ്മോ, നീ പറഞ്ഞ പോലെ ആയിരിക്കും. എൻ്റെ അമ്മേ, നമ്മൾ ആവേശം കണ്ടോട്ടെ അതിൻ്റെ അടിച്ചു തുടങ്ങിയത്. പറന്ന് പറന്ന് പറഞ്ഞ് ഇവിടം വരെ എത്തിയ അവസാനം. ഇനി ഇതിനെങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇത്രയും കാറ്റത്ത് ടെൻ്റ് അടിക്കാനായിട്ട് മറ്റേ സ്റ്റീലിൻ്റെ പെഗ് ഉണ്ടല്ലോ, ഇതിനോട് കിട്ടുന്ന അതാവശ്യമുണ്ട്. അല്ലെങ്കിൽ ടെൻ്റ് മൊത്തം നമ്മൾ ഉറക്കൂല രാത്രി. കാറ്റ് കയറുന്നേ ഫുൾ സൗണ്ടായിരിക്കും. ഇതാട്ടോ, ഇത് 4 കോർണറിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അനങ്ങൂല. ഇപ്പൊ അനക്കില്ല. നമ്മൾ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തു. സമയം ഇപ്പോൾ 5:45 ഇനി മീൻ പിടിക്കണം, അതിനെ കിട്ടിയ കറി വെക്കണം, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ മീനുള്ള ബേസ് ഇനി മിക്സ് ചെയ്തെടുക്കണം. ഒരു മടക്കണ ചെയറാട്ടോ, ക്യാമ്പിങ് ചെയറാണ്. ഹൈറ്റ് കുറഞ്ഞ മടക്കാൻ പറ്റുന്നത് ക്യാമ്പിങ് ചെയർ. ഡെക്കാത്തോളിൽ നിന്ന് മേടിച്ചതാണ്. ഒരു ലോക്കുണ്ട്, ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയറായി കിട്ടും. വേണ്ടില്ലേ, മേടിക്കാം. ചാരാനൊക്കെ ഉള്ള ഇതുണ്ട്. ഈ സ്ഥലം അത്ര ഫേമസ് അല്ലെന്ന് തോന്നുന്നു. മറ്റേ മനുഷ്യനെ കാണാനില്ല. അത്ര നല്ല അടിപൊളി സ്ഥലം ഉണ്ടായിട്ട് ഇവിടെ ആരും വരാത്ത എന്താന്നാവും. മഴ ചെയ്ത് കാരണമായിരിക്കും. കയ്യിലൊക്കെ മൈദയായി കഴുകണവരിൽ നിന്ന്. പോട്ടെ, ഇത് പെലാജിക് ട്രൈബിന്റെ ഹെവി കാസ്റ്റിംഗ് റോഡാട്ടോ അത്. പിന്നെ റീല് വരുന്നത് ഷിമാനോടെ നോർമൽ റീലാണ്. ഇത് നോക്കി, ക്രിസ്മസ് ഒക്കെ വരുന്നല്ലേ, ടെന്റ് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത്. കൊള്ളാമോ? ഓവറായോ? നിങ്ങൾ വേണ പറ.
തണുപ്പ് ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാസ്റ്റ് ഇതെവിടെ ഇരിക്കട്ടെ, കസേര എടുത്തോണ്ട് വരാം. അപ്പോൾ നമുക്ക് മീനൊന്നും കിട്ടിയില്ല കേട്ടോ. ഒരു അരമണിക്കൂർ നേരം ചൂണ്ടിട്ട് നോക്കി, മീനൊന്നും കിട്ടിയില്ല. പക്ഷെ നല്ല രസം കേട്ടോ ഇവിടെ നിന്ന് ചൂണ്ടിട്ടിരിക്കാനായിട്ട്. ഫുൾ നിശബ്ദതയാണ്, ഒരു സൗണ്ടും ഇല്ല, വേറെ ഒറ്റ മനുഷ്യനും ഇല്ല. ഈ കസേരയിൽ ഇങ്ങനെ ഇരിക്കാം, ഇങ്ങനെ ഡാം നോക്കിക്കൊണ്ട്. പിന്നെ രാത്രിത്തേക്ക് എന്ത് കഴിക്കും? കഴിക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്ക് ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കാനുള്ള സംവിധാനമുണ്ട്. എന്താണ്, നോറിൻ്റെ ടൊമാറ്റോ സൂപ്പിൻ്റെ പാക്കറ്റില്ലേ, അതുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങുണ്ട്, അത് വെച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വേണമെങ്കിൽ ഉണ്ടാക്കാം. കോഴിമുട്ട എടുത്തിട്ടുണ്ട്, ഓംലെറ്റ് അടിക്കാം. പിന്നെ പാൽപ്പൊടിയും കാപ്പി പൊടിയൊക്കെ ഇരിപ്പുണ്ട്, വേണമെങ്കിൽ ചായ കാപ്പി ഏകദേശം ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഒരു സൂപ്പ് ഉണ്ടാക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വിശപ്പുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. ഈ പ്രദേശത്തുള്ള ലൈറ്റ് മാത്രമേ ഉള്ളൂ, പുറത്തോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല, ഫുള്ളിരിട്ട. ഇതൊരു 4 കപ്പ് സൂപ്പ് ഉണ്ടാക്കാനുള്ളതുണ്ട് കേട്ടോ, അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി. നമ്മുടെ എല്ലാ വീഡിയോയിലും ഉപയോഗിച്ച സെയിം ഗ്യാസ് തന്നെ കേട്ടോ, അത് തീർന്നിട്ടില്ല ഇതുവരെ. എന്താ 2 മണിക്കൂറിന് മുകളിൽ പോയിട്ടുണ്ട്, തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. ആയിട്ടുണ്ട് കേട്ടോ, തീ ഓഫ് ചെയ്യാം. പിന്നെ ക്യാമ്പ് ഫയർ കൂട്ടാൻ വേണ്ടി ഞാൻ വിറകൊക്കെ ഒന്ന് നോക്കിയിട്ടേ പരിസരത്തൊക്കെ. വിറകുണ്ട്, പക്ഷെ നനഞ്ഞിരിക്കുക. ഒരു വൈകുന്നേരം സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നേ. ഇതേപോലെ ക്യാമ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഇതുപോലത്തെ ക്യാമ്പിങ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.
പിന്നെ അഭിപ്രായങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ച് വയറ് അറിഞ്ഞു, പാത്രമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്, എല്ലാം സെറ്റാണ്. ഇനി കിടന്നുറങ്ങാം. അപ്പോൾ തലേണിൽ നിന്ന് വീർപ്പിച്ചെടുത്തേക്കട്ടെ. ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടോ, മാറ്റൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട്. ബെഡ്ഷീറ്റൊക്കെ അതിൻ്റെ പുറത്ത് വിരിച്ചു. ഇനി കിടക്കാം. അപ്പോൾ അത്രയല്ല കേട്ടോ ഇന്നത്തെ പരിപാടി. അപ്പോൾ നാളെ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കണം, സൺറൈസ് കാണണം, പിന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഈ സ്ഥലമൊന്നും മര്യാദക്ക് നടന്ന് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് കാണണം, പിന്നെ മടങ്ങാം. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ വേണ്ടി സമയം ഏതാണ്ട് 9:45 പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലാതെ അപ്പം നേരത്തെ കിടന്നുറങ്ങാം, എന്നിട്ട് രാവിലെ എഴുന്നേക്കാം. ഓക്കെ. ഇപ്പോൾ സമയം 6:20 അപ്പോൾ പുറത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം. തല വിളിച്ചു നോക്കിയിട്ടുണ്ട്. അമ്പോ എന്ത് ഭംഗിയാണ്. ഇതുവരെ ആരും വന്നിട്ടില്ല കേട്ടോ ഇവിടെ. ഞാൻ വന്നതിന് ശേഷം ഇവിടെ ആരെയും കണ്ടിട്ടില്ല. മുഖം കഴുകാം, ഫ്രഷാവും. നല്ല തണുപ്പാ. ഇന്നലെ ടെൻ്റ് അടിച്ചപ്പോഴത്തേക്കും നല്ല കാറ്റായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കാറ്റത്ര അടിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. നമുക്ക് ചായ തിളപ്പിക്കാം. നെസ്ലയുടെ എവറിഡേ പാൽപ്പൊടി കേട്ടോ. നമുക്കൊരു ബുൾസൈ കൂടെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു തുരുത്താണല്ലേ കാണുന്നത്. ഒരു കയാക്ക് ഉണ്ടായിരുന്നെങ്കിൽ നേരെ അവിടെ എത്തായിരുന്നു.
അവിടെ പോയി ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഡാം ആയതുകൊണ്ട് പിന്നെ കയാക്ക് ഇറക്കാനൊക്കെ സേഫ് ആയിരിക്കും, വേറെ ഒഴുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഫോറസ്റ്റുകാർ കണ്ട ചിലപ്പോൾ പ്രശ്നമായിരിക്കും. വേറെ മൃഗങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അട്ടയില്ല, മൃഗങ്ങളില്ല, ഒരു ശല്യവും. പാമ്പുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കണ്ടില്ല. ടെൻറ്റ് പാക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാമെന്ന് കരുതി. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ സ്റ്റീൽ പാക്ക് ഉണ്ടല്ലോ, കാറ്റത്ത് പറന്നുകൊണ്ടിരിക്കാൻ വേണ്ടി ഒരു സാധനം അടിക്കുള്ളൂ, ഇങ്ങനെ വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട്. ആ സാധനം ചില സമയത്തൊക്കെ നമ്മൾ ഉറച്ചു പോയി, നമ്മൾ ചവിട്ടി താഴ്ത്തുമ്പോഴത്തേക്ക് ഉറച്ചു പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരെണ്ണം കയ്യിലുണ്ടെങ്കിൽ ഇതിങ്ങനെ പിടിക്കുക, ഇങ്ങനെ ലിവറേജ് കിട്ടും. ഇത് ഇവിടെ ലൂസ് മണ്ണാണ്, പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഉറച്ച മണ്ണായിരിക്കും. അപ്പോൾ പിന്നെ ചവിട്ടി താഴ്ത്തണമായിരിക്കും. ചവിട്ടി താഴ്ത്തുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇത് പറഞ്ഞ എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് വലിച്ചെടുക്കാം. അതെ, നമ്മൾ ടെൻ്റൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു മരം ആദ്യമായിട്ട് കാണുക കേട്ടോ. 4 മൂലയ്ക്കും അതിൻ്റെ തടിയുണ്ട്, നടുക്ക് മാത്രം ഹോളോ കേട്ടോ. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല, ഫുൾ പാക്ക് ചെയ്യുക, ഇറങ്ങുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് അടുത്ത പ്രാവശ്യം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ലൈക്കും ചെയ്യും. ഓക്കെ, ബൈ.